സങ്കടമാണ്. ഒരു ദിവസം ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം വന്ന് നോക്കുന്നതാണ്. കൃഷിയെ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഒരു മഴ കാരണം ആ സ്വപ്നം അങ്ങ് നശിച്ചു പോകുന്നൊരു സ്ഥിതി വന്നാൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ? ഈ കൃഷിയെ സ്വപ്നം കണ്ട ആളിവിടെ ഉണ്ട്. ആദ്യം വെയിലൊന്നും മഴ ഉണ്ടായില്ല, വെള്ളം കൊണ്ട് ഇല്ലാതെ ബുദ്ധിമുട്ടായി. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടില്ല, ആ വാഴ കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. എത്ര വാഴ ഉണ്ട് കക്കി? എനിക്ക് അവിടെ 600 വാഴ, പിന്നെ ഇവിടെ ഒരു 600 1200 വാഴ ഉണ്ട്. പിന്നെ അവിടെ ഉണ്ട് ഒരു 200 വാഴ, 1000 വാഴ നശിച്ചിട്ടുണ്ട്. ആദ്യം അവിടെ വേനൽ ബാധിച്ചിട്ട് 600 വാഴ ഫുള്ളായിട്ട് ഒടിഞ്ഞു പോയി. ഇപ്പം മഴ വന്നപ്പോൾ കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. ഇവിടെ ഇങ്ങനെ വെള്ളം കയറുന്ന അവസ്ഥ എങ്ങനെയാണ് വരുന്നത്? വെള്ളം ജൂൺ മാസം മഴക്കാലം വന്നാൽ പിന്നെ വെള്ളം കയറും ഫുള്ളായിട്ട്. ചാലിയാറ് തൊട്ടടുത്തൂടെ ഒഴുകുന്നു, കര കവിഞ്ഞിങ്ങോട്ട് വരിക. ഇതുവരെ വെള്ളം തോട്ടിലില്ല. ഇനി വേണ്ട 2 മാസമായിട്ട് ഭയങ്കര വരളിച്ചാണ്. വെള്ളം ഇല്ലാതെ അവിടെ നമ്മളെ ഭാഗത്ത് ഉണങ്ങിപ്പോയത്. വെള്ളമില്ലാത്ത അവസ്ഥയിലും രക്ഷയില്ല, കൃഷി നശിച്ചു. അതുപോലെ മഴക്കാലം കണ്ടില്ല, ഫുള്ളായിട്ട് മറിഞ്ഞു വേണം. കെട്ടിയിട്ടും കയറടക്കം മറിഞ്ഞു വേണം. ഈ കൊല ഇനി കിട്ടാൻ ഇത് ആർക്കും വേണ്ടിയില്ല. ഇത് ചെള്ളു കായാണ്. ഇനി ഒന്നും പശുവിന് കൊടുക്കാനല്ല, ഒന്നും പറ്റില്ല. ആർക്കും കടയിൽ കൊടുക്കാൻ പറ്റില്ല. ഒരു വാഴക്കല എനിക്ക് പ്രാവശ്യം വെട്ടാൻ കഴിഞ്ഞില്ല, സാധിച്ചില്ല. ഇത് ഒരു വാഴ ആകുന്നത് തന്നെ ഇതിൻ്റെ കീടങ്ങളും പുഴുക്കളും ഇതിൽ പ്രാണികളായിട്ട് ഇതൊന്നൊക്കെ അതിജീവിച്ചിട്ട് വന്നിട്ടാണ് ഞങ്ങൾ പിന്നെ അതിൻ്റെ വളം മറ്റുള്ള മർച്ചങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ് ഈ വാഴ. അപ്പോൾ അത് നോക്കുമ്പോൾ ഇപ്പം വിലയില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേന്ത്രവാഴ ഞങ്ങൾ ഒഴിവാക്കാനുള്ള പരിപാടിയിലാണ്. കാരണം ഒരിക്കലും കർഷകന് നോക്കൂലത്. ഇത് നമ്മൾ വിളവെടുപ്പോഴത്തേക്ക് ഒരു വാഴയ്ക്ക് 280-300 ഉറുപ്പോളം ചിലവ് വരുന്നുണ്ട് ഒരു വാഴയ്ക്ക്. വരൾച്ചയും പിന്നെ അതിൻ്റെ കൂടെ ഒരു കാറ്റും വന്ന് അതോടുകൂടി കംപ്ലീറ്റ് ആയും ചെയ്ത്. കയറ് കൊടുത്താൽ നമ്മൾ നാട്ട് കൊടുത്തിട്ട് നാട്ടടക്കം മറിഞ്ഞു പുതിർന്നിട്ട് കേട്ടോ. ഇങ്ങനെ കാറ്റ് നമുക്ക് അതിൻ്റെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ കയറ് നമ്മൾ കഴുത്തോടെ നമ്മൾ മരിച്ചു. പണ്ട് ഈ കൊലൊന്നും ഒരു എടുക്കില്ല. ഇതാർക്കും വെറുതെ കൊടുത്താലും ആരും എടുക്കില്ല. ഇപ്പം കഴിഞ്ഞ മാസം ഒരാൾ പിള്ളേർ കൊല വെട്ടിയിട്ട് ഇവിടെ മാവൂർ കൊടുത്ത് ആരും എടുത്തില്ല. അങ്ങോട്ട് അതിൻ്റെ മുകളിൽ നോട്ടീസ് ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയിക്കളി എഴുതി വെച്ച് ഒടിഞ്ഞു പോയത്. ഇതൊക്കെ സ്ഥിതി അതാണ്, ഒന്നും കിട്ടില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും, ആരെങ്കിലും കൊണ്ടുപോയിക്കോളും. പിന്നെ പശുവിന് കൊടുക്കാനും പോത്തിന് കൊടുക്കാനും പറ്റുമോ? കൊലൻ്റെ അവസ്ഥ നമ്മളെ അവിടുത്തെ കിട്ടിയ കൊലയത്. അരുൺ കിഷോറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.